പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മാലിനി. ഇന്ന് നമുക്ക് ഒനിയൻ ഊത്തപ്പും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു തക്കാളി ചട്നിയുടെ റെസിപ്പിയും കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് എണ്ണ ചൂടാകുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഒരു 4-5 വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ 1/2 സവാളയാണ് ആഡ് ചെയ്യുന്നത്. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിരുന്ന സമയത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്തെടുക്കാം. 1 തക്കാളി ആഡ് ചെയ്താൽ മതി ഇതിലേക്ക്. ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇങ്ങനെ ഉടഞ്ഞു പോവൊന്നും വേണ്ട. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വറവിടും ചെയ്യാം, പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വറവിടുന്നില്ല. ഇനി നമുക്ക് ഊത്തപ്പത്തിനുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് തക്കാളിയും സവാള പിന്നെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞു വയ്ക്കണം. ക്യാരറ്റ് ചേർക്കുന്നവർക്ക് ക്യാരറ്റും ചേർക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് ആഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം നന്നായിട്ട് കുന്നു അരിഞ്ഞതിന് ശേഷം ഒത്തിരി ഉപ്പിട്ടിട്ട് നന്നായി തിരുമ്പി ചേർത്ത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ദോശച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഞാനിവിടെ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരുപാട് ദോശയുടെ അത്രയും വലുപ്പത്തിൽ നമ്മൾ പരത്തിയെടുക്കരുത്. ചെറിയ വട്ടം മതി, എന്നാലാണ് നമുക്ക് മറിച്ചിടാൻ എളുപ്പമുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ഇട്ട് കൊടുക്കേണ്ടത് ചട്നിപ്പൊടിയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം നെയ്യ് ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലെണ്ണ ഒന്ന് ജസ്റ്റ് ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എന്നാലേ താഴേക്കൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് വേവുന്നവരെ ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗം മറിച്ചിട്ടിട്ട് അവിടെയും ഒന്ന് നന്നായിട്ട് മുരിയിച്ചെടുക്കാം. ഞാനിപ്പം ചട്ടി മാറ്റുന്നത് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ പൊടി ഇരുമ്പ് ചട്ടിയിലായി കഴിഞ്ഞാൽ തൂത്ത് കളയാൻ ബുദ്ധിമുട്ടായത് കാരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഊത്തപ്പം. ചട്നിയുടെ കൂടിയും സാമ്പാറിൻ്റെ കൂടിയും ഇതിൻ്റെ കൂടെ ഞാനൊരു പുതിന ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്